വിദ്യാഭ്യാസ മന്ത്രി ഇത് ഒപ്പിട്ടതിന് ശേഷം ചിന്താവാരികയിലൂടെ പറയുകയാണ് ഇത് പ്രശ്നമാണെന്ന് പറയുക. അതിനുശേഷം ഈ വാർത്ത പുറത്തു വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാം ഞാൻ എൻ്റെ നിലപാട് മാറ്റിയെന്ന് പറയാം. ഈ PMCയിൽ ഒപ്പിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. 10-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായും മോദിയും കാണുന്നു. 16-ാം തീയതി ഉദ്യോഗസ്ഥർ പോയി ഇതിൻ്റെ MOU സൈൻ ചെയ്യുന്നു. 17-ാം തീയതി പുറത്തിറങ്ങിയ ചിന്താവാരികയുടെ കവർ സ്റ്റോറി എന്താണെന്ന് അറിയാം, വി ശിവൻകുട്ടിയായിട്ടുള്ള അഭിമുഖമാണ്. അതായത് ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം പുറത്തിറങ്ങുന്ന ചിന്താവാരികയുടെ കവർ സ്റ്റോറി വി ശിവൻകുട്ടിയുള്ള അഭിമുഖമാണ്. അതിൽ അദ്ദേഹത്തോട് ഒരു സവിശേഷമായി തന്നെ PMശ്രീയെ പറ്റി NEP പറ്റി ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതൊരു ഫെഡറലിസത്തെ തകർക്കാനുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഈ പദ്ധതി എന്ന് അദ്ദേഹം പറയുകയാണ്. ഏത് ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞ് ചിന്താവാരിക CPMൻ്റെ സൈദ്ധാന്തിക മുഖപത്രം എന്ന് പറയുന്ന വാരികയാണ്. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും അതിൻ്റെ പ്രിൻ്റ് എഡിഷനിലുള്ള സാധനമുണ്ട്, ഓൺലൈൻ എഡിഷനിലുള്ള ആ സാധനം കിടപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. വിദ്യാഭ്യാസ മന്ത്രി ഇത് ഒപ്പിട്ടതിന് ശേഷം ചിന്താവാരികയിലൂടെ പറയുകയാണ് ഇത് പ്രശ്നമാണെന്ന് പറയുക. അതിനുശേഷം ഈ വാർത്ത പുറത്തു വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാം ഞാൻ എൻ്റെ നിലപാട് മാറ്റിയെന്ന് പറയാം. ഇത് നമ്മളൊരു ലോജിക്കലായിട്ട് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒപ്പിട്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അഭിമുഖകാരനോട് പറയാം അതിപ്പോൾ പുറത്തു വിടരുത് എന്ന് പറയും, ഇല്ലേ? 16-ാം തീയതി ഒപ്പിട്ടു, നാളെ അത് പുറത്തിറങ്ങുമല്ലോ, നമ്മളാണ് ചെയ്യില്ലേ? അദ്ദേഹത്തിൻ്റെ PR ഏജൻസിയാണ് ചെയ്യില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ അത് ചെയ്യില്ലേ? അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് അറിയാമല്ലോ ഇങ്ങനെ ഒരു അഭിമുഖം പുറത്തു വരുന്നുണ്ടെന്നുള്ളത്. അതിനർത്ഥം എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി പോലും അറിയാതെയാണ് അത് ഒപ്പിട്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഡാമേജ് കൺട്രോളിന് വരാനുള്ള ഒരു കാരണം CPIയെ സംബന്ധിച്ച് CPI 10 വർഷത്തിനുള്ളിൽ എടുത്ത ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നു ഇത്. അത് UAPAയുടെ കാര്യത്തിലാണെങ്കിലും മാവോയിസ്റ്റുമായിട്ടുള്ള കാര്യത്തിൽ എടുത്തതിനേക്കാൾ ശക്തമാണത്. ഒരു നിവൃത്തിയുമില്ല, അതുമായിട്ട് യാതൊരു യോജിപ്പുമില്ല. കേവല വിമർശനമല്ല, ഞങ്ങൾ ഇതിൽ തുടരണമെങ്കിൽ LDFിൽ തുടരണമെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ CPI കൂടെ നിർത്തുക എന്നുള്ളത് CPMനെ സംബന്ധിച്ച് ഒരു ഡാമേജ് കൺട്രോൾ മെക്കാനിസം അവർക്ക് വളരെ പെട്ടെന്ന് ആവശ്യമായിരുന്നു. മുഖ്യമന്ത്രി ഇടപെടുന്നു, ഒരു ഉറപ്പ് കൊടുക്കുന്നു. പക്ഷേ ഈ ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പാണ്.